ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. എനിക്ക് ആ കുട്ടിയുടെ മൈക്രോ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഫേസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വാണ്ടഡ്ലി എനിക്ക് കണ്ടന്റ് കിട്ടി കഴിഞ്ഞു, ഞാനിത് അവസാനിപ്പിക്കണം. ആ കണ്ണിൽ കാണാൻ, ആ തിളക്കം ആ കണ്ണിൽ കാണാൻ പറ്റും. കറക്റ്റ് ആണ്. പക്ഷെ എന്ത് കണ്ടന്റ് ആണ് കിട്ടിയത്? ആ കുട്ടിക്ക് വേണ്ട വേണ്ട കണ്ടന്റ് അല്ല, എന്ത് കണ്ടന്റ് വേണ്ട കണ്ടന്റ് കിട്ടി? അതുകൊണ്ട് മാത്രം ആ കുട്ടിയെ കണ്ണിൽ സോഷ്യൽ മീഡിയയിലെ ചോദ്യം കഴിഞ്ഞോ? ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. പെൺകുട്ടി ബസ്സേ കയറുന്നു, മുന്നിൽ കൂടെ ചെറുപ്പക്കാരനും കയറുന്നു. അപ്പൊ അവള് നിന്ന് കൊടുക്കുന്നു, എന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നു. അതാണ് നിങ്ങൾ പറഞ്ഞത്. സന്തോഷമാണ്. എനിക്ക് പറഞ്ഞത് കറക്റ്റ് ആണ്. ഇതേപോലെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ, ബിഹേവിയറൽ സയൻസിൽ ഇതേപോലെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇത് സെക്കൻഡ് ഇയർ ആണ്. എനിക്ക് മനസ്സിലാക്കുന്നത് ഇതിന് മുമ്പുള്ള എന്തോ ഒരു സാധനം അല്ല, അവർ ഇന്റൻഷനലി ഒരു വീഡിയോ എടുക്കുന്നതും ആ വീഡിയോയിൽ അവരെന്തോ തെളിയിക്കാൻ സാധിക്കുന്നതും ആ തെളിയിക്കുന്ന സാധനം അവർക്ക് കിട്ടിയതിന്റെ സന്തോഷം എനിക്ക് എന്തോ കിട്ടിയ കണ്ടന്റ് ഇത് തന്നെയല്ലേ ഇപ്പം കാര്യം പറഞ്ഞത്, ഷിംജിതയുടെ കാര്യം പറഞ്ഞത്. പക്ഷെ ഞാൻ ന്യായീകരിക്കുന്ന അവരുടെ ആക്ഷൻ, ഞാൻ ന്യായീകരിക്കുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷിംജിത ചെയ്ത തന്നെ കാര്യമാണെന്നേ പറഞ്ഞുള്ളൂ. ഒരു വ്യത്യാസം. 25 ബ്ലോഗേഴ്സിനെ എടുത്ത് നോക്കുമ്പോ അവളെ കൊല്ലണം, അവളെ അങ്ങനെ ചെയ്യണം, അവൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. Who are you to say that? നിങ്ങൾക്ക് ആരാണ് ഇതൊക്കെ പറയാൻ പറ്റുന്നത്? നിങ്ങൾക്ക് ആരാണ് റൈറ്റ് ഒരാളെ കൊല്ലാൻ വേണ്ടി തന്നേക്കുന്നത്? ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ, ഈ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്പേസിൽ നിങ്ങൾക്കൊക്കെ ആരാണ് ഇത് പറയാനുള്ള റൈറ്റ് തന്നേക്കുന്നത്? ഒരാൾ ചാവണം, അവൻ കൊന്നു, അവൻ ചത്തുകൊണ്ട് നീയും ചാവും. അവള് ശരിയല്ല, അവള് അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുന്നതിന്റെ ഉത്തരവാദിത്വം മൊത്തം ആരെങ്കിലും അല്ല, ബ്ലോഗേഴ്സ് അതുപോലെ അല്ലല്ല ഷിംജിതയെ പോലെ ധാരാളം അതുപോലെ പുരുഷന്മാരും ഉണ്ടാവും. ഒക്കെ തന്നെ ഈ ദീപക്കിന് നീതി കിട്ടുന്നതിന് ഒരു പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കലായി മാറരുത്. സ്ത്രീകൾക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പൊ ഒരാൾ ബലാത്സംഗം ചെയ്യാൻ ആഹ്വാനം ചെയ്തു, സ്ത്രീകൾ പബ്ലിക്കായിട്ട് ഇതുപോലെ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് ബലാത്സംഗം ചെയ്യണമെന്ന്. ആരെങ്കിലും അതിനെതിരെ പ്രതികരിച്ചോ? എന്തുകൊണ്ടാണ് അതിനെതിരെ പ്രതികരിക്കാത്തത്? ആരെങ്കിലും ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടാണോ പ്രതികരിക്കേണ്ടത്? ഒരാൾ മരിക്കുമ്പോഴല്ലേ പ്രതികരിക്കേണ്ടത്? മരിക്കാതിരിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാവുന്നത്.